ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ അവസാനത്തെ സെഷനിലേക്ക് കിടക്കുകയാണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇറ്റ് ഹാഡ് ബീൻ എ വെരി ലോങ് ജേർണി. 14ാമത്തെ സെഷൻ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഫൈനൽ ടോപ്പിക് എന്ന് പറയുന്നത് ഇതൊരു മെത്തേഡ് ആണ്. പേര് കേട്ടാരും നെറ്റ് ചുളിക്കേണ്ട, ഇതിനെങ്ങനെ തന്നെയാണ് മാത്തമാറ്റിക്സ് സർക്കിളിൽ വിളിക്കുന്ന പേര്. ഓക്കെ, ബെഗേഴ്സ് മെത്തേഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിന്റെ യൂസ് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യമൊക്കെ കാണും. x1 + x2 + x3 = 10. ഇതിന്റെ എത്ര ഇന്റഗ്രൽ സൊല്യൂഷൻസ് ഓർ നോൺ നെഗറ്റീവ് ഇന്റഗ്രൽ സൊല്യൂഷൻസ് എത്ര എണ്ണം പറ്റും എന്നൊക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബെഗേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയൊരു ലാൻഡ് ഉണ്ടെന്ന് വെച്ചോ, അവിടെ ഭാഗം വെപ്പ് നടക്കുവാണ്. നിങ്ങളുടെ അച്ഛനും അമ്മമാരും ഒക്കെ അങ്കിൾമാരുമായിട്ടൊക്കെ ഇടി ഉണ്ടാക്കുന്ന ഒരു സമയമല്ലേ ഭാഗം വെപ്പ് സമയം അല്ലേ? ആ ഭാഗം വെപ്പ് സമയത്ത് നമുക്ക് ഇപ്പൊ ലെറ്റ്സ് സേ ഒരു വലിയ ലാൻഡ് ഉണ്ട്, അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്ര പാർട്ടീഷൻ കൊണ്ടുവരണം? എത്ര പാർട്ടീഷൻ? 1, 2 പാർട്ടീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് 3ആയിട്ട് ഡിവൈഡ് ആവും അല്ലെ? ഇപ്പൊ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിലോ 3 പാർട്ടീഷൻ കൊണ്ടുവരണം. 1, 2, 3, 4. 5ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിലോ 4 പാർട്ടീഷൻ കൊണ്ടുവരണം. ഇങ്ങനെയല്ലേ നമ്മൾ ഇതിന്റെ ഡിവിഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 പാർട്ടീഷൻ കൊണ്ടുവരണം. 10ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 9 പാർട്ടീഷൻ കൊണ്ടുവരണം. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, ഇപ്പൊ ഇതേ രീതിയിൽ തന്നെ ഇപ്പൊ ഞാനൊരു 5 കോയിൻ എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു 7 കോയിൻ എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ചു. 7 കോയിൻ ഉണ്ട്. ഇതിനെ ഞാനിപ്പം 3 പേർക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 7 എല്ലാം 1 രൂപ കോയിനാന്ന് ഓർക്കും. ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യണമെങ്കിൽ 3 പേർക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഞാൻ എത്ര പാർട്ടീഷൻ കൊണ്ടുവരണം? 2 പാർട്ടീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. കാര്യം പിടികിട്ടിയല്ലോ? അപ്പോ ഇപ്പൊ 3 പേർക്ക് ഈ 7 കോയിനെ കൊടുക്കണമെങ്കിൽ ഞാൻ 2 പാർട്ടീഷൻ കൊണ്ടുവന്നു. ഈ 7 പേർക്ക് ഞാൻ 7 കോയിനെ ഞാൻ 5 പേർക്ക് കൊടുക്കണമെങ്കിൽ എത്ര? 4 പാർട്ടീഷൻ കൊണ്ടുവരണമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ. അതായത് ആദ്യത്തെ ആൾക്ക് 1 കോയിൻ, രണ്ടാമത്തെ ആൾക്ക് 1 കോയിൻ, മൂന്നാമത്തെ ആൾക്ക് 2, നാലാമത്തെ ആൾക്ക് 1, അഞ്ചാമത്തെ ആൾക്ക് 2. ഇങ്ങനത്തെ ഡിവിഷൻ നമുക്ക് നടന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ? ഇത് എവിടേക്ക് ഉപയോഗിക്കുമെന്ന് ഞാൻ കൃത്യമായിട്ടും നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? നമ്പർ ഓഫ് പാർട്ടീഷൻ or number of parts is 1 greater than partition. എത്ര പാർട്ടീഷൻ വെക്കുന്നു അതിനെക്കാളും ഒരു കൂടുതൽ പാർട്ട് നമുക്ക് കിട്ടും അല്ലേ? ഓക്കെ, ഇപ്പം ഇതേ കാര്യം തന്നെ ഇപ്പൊ ലെറ്റ്സ് സേ ഞാനിപ്പോ ഒരു ഭീമാപള്ളിയിലോട്ട് പോകുമ്പോൾ അവിടെ കുറെ പേര് പുറത്ത് ഇങ്ങനെ യാചിക്കാനായിട്ട് നിൽപ്പുണ്ട്. ലെറ്റ്സ് സേ എൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ കോയിനുകൾ ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ കോയിനുകൾ, എത്ര സ്വർണ്ണ കോയിൻ? 10 സ്വർണ്ണ കോയിൻ ഉണ്ട്. ഞാൻ ഇതിപ്പം 3 ബെഗേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിന് 2 പാർട്ടീഷൻ ഇവിടെ വെച്ച് കഴിഞ്ഞാലും ഇവിടെ വെച്ച് കഴിഞ്ഞാലും ഇവിടെ വെച്ച് കഴിഞ്ഞാലും എനിക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് n കോയിൻസും p ബെഗേഴ്സും ഉണ്ടെങ്കിൽ എത്ര പാർട്ടീഷൻ വേണം? p-1 പാർട്ടീഷൻ എനിക്ക് വേണമെന്ന് ഞാൻ മനസ്സിലാക്കി അല്ലെ? n കോയിൻസും p ബെഗേഴ്സും ഉണ്ടെങ്കിൽ p-1 പാർട്ടീഷൻ ആണ് എനിക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ 10 ഐഡന്റിക്കൽ കോയിൻസ് ഉണ്ടെന്ന് വെച്ചോ. 10 ഐഡന്റിക്കൽ കോയിൻസ് ഉണ്ട്. അതെല്ലാം സ്വർണ്ണ കോയിൻ ആണെന്ന് വെച്ചോ. ഞാൻ ഭയങ്കര ധനികനാണ്, അതുകൊണ്ട് ഞാൻ കൊണ്ട് എല്ലാവർക്കും സ്വർണ്ണ കോയിൻ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചെന്ന് വെച്ചോ. സ്വപ്നത്തിലൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ അല്ലെ? സോ 10 ഐഡന്റിക്കൽ കോയിൻസ് 4 ബെഗേഴ്സിന് കൊടുക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? എത്ര പാർട്ടീഷൻ കൊണ്ടുവരേണ്ടി വരും? 3 പാർട്ടീഷൻ കൊണ്ടുവരേണ്ടി വരും. ഈ പാർട്ടീഷൻ ഞാൻ കൊണ്ടുവരുത്താനിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു വളരെ വിശാല മനസ്സ്, എനിക്ക് ആരുമായിട്ടും ഇങ്ങനെ പാർഷ്യാലിറ്റി ഒന്നുമില്ല. ആ നിൽക്കുന്ന 4 ബെഗേഴ്സും എനിക്ക് ഒരുപോലെയാണ്. പക്ഷെ എനിക്ക് 10 കോയിനേ ഉള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും ഡിവൈഡ് ചെയ്യണം. അപ്പം ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ 10 കോയിനെ ഇങ്ങനെ നിരത്തി വെച്ചു. പക്ഷെ എനിക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് അറിയാം. എനിക്ക് കണ്ണടച്ചങ്ങ് എടുത്തിട്ട് ആദ്യത്തെ കാണുന്ന ആൾക്ക് ഇത്രയും, രണ്ടാമത് കാണുന്ന ആൾക്ക് ഇത്രയും, മൂന്നാമത് കാണുന്ന ആൾക്ക് ഇത്രയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ ഗോൾഡ് കോയിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഡോളറിന്റെ കോയിൻ കൊണ്ടുവന്നു. ഇന്ത്യയിലേക്ക് ഡോളറിന്റെ കോയിൻ വെച്ച് ഭിക്ഷക്കാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ, ഇല്ല. അപ്പൊ ഞാനിവിടെ 4 പേർക്ക് കൊടുക്കേണ്ടതുകൊണ്ട് I introduced 4 - 1, അതായത് 3 ഫേക്ക് കോയിൻസ്. 3 ഫേക്ക് കോയിൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ എവിടെങ്കിലും കൊണ്ടങ്ങ് വെക്കും. ഒരെണ്ണത്തിന് ഇവിടെ വെച്ചു, ഒരെണ്ണത്തിന് ഇവിടെ വെച്ചു, ഒരെണ്ണത്തിന് ഇവിടെ വെച്ചു. 4ആയിട്ട് ഡിവൈഡ് ചെയ്യും.
എന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കോയിൻസ് എണ്ണേണ്ടി വരും. ആദ്യത്തെ ഫേക്ക് കോയിൻ കാണുമ്പോൾ അവിടെ വരെ ഉള്ളത് ആദ്യത്തെ ആൾക്ക് കൊടുക്കും. പിന്നെ ആദ്യത്തെ ഫേക്ക് കോയിനും രണ്ടാമത്തെ ഫേക്ക് കോയിനും ഇടയ്ക്കുള്ളത് അടുത്ത ആൾക്ക് കൊടുക്കും. രണ്ടാമത്തെ ഫേക്ക് കോയിനും മൂന്നാമത്തെ ഫേക്ക് കോയിനും ഇടയ്ക്കുള്ളത് അടുത്ത ആൾക്ക് കൊടുക്കും. അടുത്ത ഫേക്ക് കോയിനും അവസാനം വരെ ഉള്ളത് അടുത്ത ആൾക്ക് കൊടുക്കും. ഇങ്ങനെ അങ്ങ് കൊടുക്കാമല്ലോ. ഇങ്ങനത്തെ രീതിയിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. കാര്യം പിടിയിട്ടില്ലോ? ഓക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നേ, ഇപ്പം 10 കോയിന് 4 പേർക്ക് കൊടുക്കാനായിട്ട് ഞാൻ 3 ഫേക്ക് കോയിനെ എക്സ്ട്രാ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാര്യല്ലേ? അന്നേരം നമുക്ക് ടോട്ടൽ എത്ര ഫേക്ക് കോയിൻസ് ഉണ്ട്? ടോട്ടൽ എത്ര കോയിൻസ് ഉണ്ട്? നമുക്ക് 14 കോയിൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. 14 കോയിൻസും ഉണ്ടെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ എന്നിട്ട് ഇങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊന്നും നോക്കാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. Number of ways to distribute. Number of ways to distribute n coins among p beggars is n plus p minus 1 c p minus 1. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. അതില് ചിലർക്ക് ഞാൻ ഒന്നും കൊടുത്തില്ലെന്നും വരാം. None, one or more ഈ കേസിൽ അല്ലെ. ചിലർക്ക് ഞാൻ ഒന്നും തന്നെ കൊടുത്തില്ലെന്നും വരാം. ആ കേസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. കാരണം ഞാനിപ്പോ ഫേക്ക് കോയിൻസ് എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ ഫേക്ക് കോയിൻ വന്ന് ആദ്യം തന്നെ എനിക്ക് ഫേക്ക് കോയിൻ ആണെങ്കിൽ ആദ്യത്തെ ആൾക്ക് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല എന്ന അർത്ഥം. ഓക്കെ. ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്തെന്ന് വെച്ചാൽ, എക്സ്പ്ലനേഷൻ ഇതാണ്. ഇൻട്രൊഡ്യൂസ് p-1 ഫേക്ക് കോയിൻസ് ഇൻ n given കോയിൻസ്. ഈ കാര്യം മനസ്സിലായല്ലോ. ഹെൻസ് ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് is n plus p minus 1, which we have to distribute to p minus 1 beggars അല്ലെ. p minus 1 ബെഗേഴ്സിന് നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫൈനലി വരുന്നത് അവസാനത്തെ ആൾക്കങ്ങ് പോകും. അതല്ലേ അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ. സോ ഹിയർ നോട്ട് ചെയ്ത് വെച്ചോ, കാരണം പിന്നീട് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഹിയർ ദ ഡിസ്ട്രിബ്യൂഷൻ among p minus 1 beggars says that pth beggar will get the left behind coins അല്ലെ. ബാക്കിയുള്ള കോയിൻസ് അവസാനത്തെ ബെഗറിന് കിട്ടുന്നതുകൊണ്ടാണ് p-1 ആൾക്ക് മാത്രം ഞാൻ കൊടുക്കുന്നത്. ഓക്കെ. when the question asks you to give at least one to every beggar, what we do is first give one to each and then do the same thing as before. അല്ലെ. p beggars ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? n-p വരും. അതിന്റെ കൂട്ടത്തിൽ p-1 ഫേക്ക് കോയിൻസ് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് അതിനെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക cp-1. ഇതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തും ആൻസർ എന്ത് വരും? n-1 cp-1. അന്നേരം എല്ലാവർക്കും ഒരെണ്ണമെങ്കിലും വേണമെന്നുള്ള കേസിൽ ഫോർമുല n-1 cp-1 ആകും. അല്ലാത്ത കേസിൽ നമുക്ക് എന്താണ് ഫോർമുല എന്ന് പറയുന്നത്? എന്താണ്? n-1 cp-1 ആണ് എല്ലാവർക്കും ഒരെണ്ണമെങ്കിലും കിട്ടേണ്ടത്. അല്ലെങ്കിൽ n plus p-1 cp-1 എന്നുള്ള ഫോർമുല. ഈ ബെഗേഴ്സ് മെത്തേഡിന്റെ ലോജിക്കും യൂസും എല്ലാം നമുക്ക് ഉടനെ തന്നെ പഠിക്കാവുന്നതാണ്. ഓക്കെ. നമുക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ട് 10 identical balls among 4 boys. 4 boysന് 10 identical balls കൊടുക്കുക. ഇപ്പൊ ഇവിടെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എല്ലാവർക്കും ഒരെണ്ണമെങ്കിലും കിട്ടണമെന്ന്. വേണ്ട. അപ്പൊ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? n plus p-1 cp-1. n ന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. p യുടെ വാല്യൂ എത്രയാണ്? 4.
So n plus p, that is 10 plus 4 minus 1c, 4 minus 1. So which is 13c3 എന്നുള്ളൊരു ഉത്തരം നമുക്ക് വരുന്നതായിട്ട് കേട്ടോ. ഈ കാര്യം മനസ്സിലായല്ലോ. അടുത്തത് സെക്കൻഡ് പാർട്ട്, ഈച്ച് ഗെറ്റ്സ് അറ്റ്ലീസ്റ്റ് വൺ. ഇത് ബെഗേഴ്സിനെ പോലെ തന്നെ അല്ലേ, ബെഗേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെ അല്ലേ നമ്മളിവിടെ ഈ ബോൾസും ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒരു ഡിഫറൻസും ഇല്ല, സെയിം ലോജിക്ക് തന്നെ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. സോ ഈച്ച് ഗെറ്റ്സ് അറ്റ്ലീസ്റ്റ് വൺ. ഈച്ച് ഗെറ്റ്സ് അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വരും? അന്നേരം ഫോർമുല എന്ന് പറയുന്നത് n മൈനസ് വൺ സി പി മൈനസ് വൺ, വിച്ച് ഇസ് 9c3 എന്നുള്ള ഉത്തരം അതിലേക്ക് വരും. കാര്യം പിടിയിട്ടല്ലോ, കാര്യം പിടിയിട്ടല്ലോ. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് non-negative integral solutions. Non-negative integral solutions of x1 plus x2 plus x3 plus x4 is equal to 10. Okay. Find the number of non-negative. Non-negative എന്ന് പറഞ്ഞാൽ 0, 1, 2, 3. അതായത് ചിലതിന് 0 എന്നുള്ള വാല്യൂ എടുക്കാം. x1 ന് വേണമെങ്കിൽ 0 എടുക്കാം, x3 ക്ക് വേണമെങ്കിൽ 0 എന്ന് എടുക്കാം. ആ ഒരു കേസ്. The number of non-negative integral solutions. See, ഇതിപ്പോ എന്താണ്? ഇത് 4 ബെഗേഴ്സിനെ പോലെ തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്നത്. 4 ബെഗേഴ്സിന് 10 കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന അതേ ലോജിക്കല്ലേ ഇവിടെ സംഭവിക്കുന്നത്. വേർ ഈച്ച് കോയിൻ ഇസ് ഹാവിംഗ് ദ വാല്യൂ 1 അല്ലെ. 1 വാല്യൂ ഉള്ള 10 കോയിൻ ഇക്വലന്റ് അല്ലേ ഈ 4 വേരിയബിൾസ് 10 എടുക്കുന്നതിന് ഇക്വലന്റ്? സെയിം അല്ലേ. ഇവിടെ 4 ബെഗേഴ്സിനുണ്ട്, അവർക്ക് 10 എണ്ണം കൊടുക്കുവാണ്. അപ്പൊ സെയിം ലോജിക്കല്ലേ നോൺ നെഗറ്റീവ് ഇന്റഗ്രൽ സൊല്യൂഷൻ, അതായത് 0, 1, 2 എന്നുള്ള കേസ്. ഇതിൽ ഏതാണ് ഫോർമുല ഉപയോഗിക്കേണ്ടത്? n മൈനസ് പി പ്ലസ് 1, no, n പ്ലസ് പി മൈനസ് 1 സി പി മൈനസ് 1. ഇതല്ലേ ഫോർമുല. അതായത് ഫോർമുല എന്താണ്? 10 പ്ലസ് 4 മൈനസ് 1 സി 4 മൈനസ് 1 എന്ന് വരും. സോ ദിസ് ഇസ് സെയിം ആസ് 13c3 എന്നുള്ള ഒരു ഉത്തരം തന്നെ നമുക്ക് ഇവിടെ വരും അല്ലെ. ഇപ്പൊ ഇതേ ചോദ്യം നിങ്ങൾക്ക് നമ്പർ ഓഫ് പോസിറ്റീവ് ഇന്റഗ്രൽ സൊല്യൂഷൻസ് എന്നാണെങ്കിൽ അപ്പൊ എന്തുവരും? 1, 2, 3 മുതൽ. അതായത് ഇതിനൊന്നും 0 എടുക്കുന്ന വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ബെഗേഴ്സിന്, എല്ലാ ബെഗേഴ്സിനും ഒരെണ്ണം കിട്ടുന്ന അതേ ലോജിക്ക്. കാര്യം മനസ്സിലായി? ഇതൊക്കെ പ്രീവിയസ്ലി ജെഇക്ക് ചോദിച്ചിട്ടുള്ള ഈ ഒരു ബെഗേഴ്സ് മെത്തേഡിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുട്ട് പോലെ ചെയ്തു പോകാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ എന്താ പറയുന്നത്? അന്നേരം ഫോർമുല എന്ന് പറയുന്നത് n മൈനസ് 1 സി പി മൈനസ് 1 വിച്ച് ഇസ് 9c3 എന്നുള്ളൊരു ഉത്തരം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കിട്ടുന്നതായിട്ട് മനസ്സിലാകും. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: a shelf contains 6 separate compartments. Number of ways in which $12 marbles can be placed such that no compartment remains empty. ഇതും സെയിം സാധനം തന്നെ അല്ലേ. 6 സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടെങ്കിൽ ഉള്ള കേസ് ആൻസർ എന്തായിരിക്കും? നൺ ഓഫ് ദം റിമെയിൻസ് എംപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഇന്റഗ്രൽ സൊല്യൂഷൻസ് അല്ലേ. അപ്പം 12 മൈനസ് 1 സി 5 മൈനസ് 1 6 മൈനസ് 1 ആയിരിക്കണ്ടേ. സോ 11c5 ആയിരിക്കണം ഇതിന്റെ ഉത്തരം. സോ ദി ആൻസർ ഷുഡ് ബി 11c5 ഹിയർ. ഓക്കെ. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ നമ്പർ ഓഫ് non-negative integral solutions of the inequality x plus y plus z less than or equal to 6. ഇപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത്? ഞാനിപ്പോ 3 ബെഗേഴ്സിനെ കണ്ടു, എന്റെ 6 കോയിൻ ഉണ്ട്. പക്ഷെ എനിക്ക് ഇവർക്ക് മൊത്തത്തിൽ കൊടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഞാനിപ്പോ 6 കോയിൻ ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കണമെന്നാണ് ആ അമ്പലത്തിലെ റൂൾ. ഇപ്പൊ അവിടെ ഒരു ബെഗേഴ്സ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പുറത്ത് റൂൾ അതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാനൊന്ന് കാര്യം ചെയ്യും. എന്റെ ഫ്രണ്ട് ജയദേവ് ഉണ്ട്, എന്റെ ഫ്രണ്ടിന്റെ പേരാ ജയദേവ് എന്ന്. അങ്ങനെ വിളിക്കും: ബ്രോ, ഇവിടെ ഒരു കളിയുണ്ട്, ഞാനിങ്ങനെ ഇത് കൊടുക്കാൻ പോവാ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ഞാൻ നിന്റെ ഷർട്ടും പാൻറ്റും എല്ലാം അങ്ങ് വലിച്ചു കീറും. എന്നിട്ട് കുറച്ച് ഹോൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ലുക്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നിന്നെ ഞാനൊരു ഫേക്ക് ബെഗർ ആയിട്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ x പ്ലസ് വൈ പ്ലസ് സെഡ്
പ്ലസ് ഒരു ഫേക്ക് ബെഗർ ആയിട്ട് ജയദേവിനെ ഞാൻ കൊണ്ടുവന്നു. ഓക്കെ, ഫേക്ക് ബെഗർ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ജയദേവിന് കൊടുക്കും. അന്നേരം ഇവർക്ക് ടെക്നിക്കലി കിട്ടുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ് അല്ലെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടെ 6 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6ന്റെ കേസ് വന്നു, ഒരു ഫേക്ക് ബെഗറിനെ കൊണ്ടുവന്നു. അപ്പം ടെക്നിക്കലി ഇപ്പൊ എത്രയായി, 4 പേർക്ക് 6 കോയിൻ കൊടുക്കുന്ന കേസായില്ലേ. 4 പേർക്ക് 6 കോയിൻ എത്ര രീതിയിൽ കൊടുക്കാം, നോൺ നെഗറ്റീവ് ഇന്റഗ്രൽ സൊല്യൂഷൻ. അതായത് ചിലർക്ക് 0 വേണമെങ്കിലും കൊടുക്കാം, 0, 1, 2 മുതലുള്ളത് കൊടുക്കാം അല്ലെ. സോ ഫോർമുല is n plus p minus 1 c p minus 1. So that should be 6 plus 4 minus 1 c 4 minus 1 which is 9c3 എന്നുള്ള ഒരു ഉത്തരം വീണ്ടും കിട്ടും. ഇങ്ങനെയല്ലേ ഇത് ചെയ്യണ്ടേ? വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമല്ലായിരുന്നു? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. A man has to buy 25 mangoes of 4 different varieties. Of 4 different varieties. At least one mango should be bought in each from each variety. In how many ways? In how many ways can he plan the purchase? ഈ പർച്ചേസ് എത്ര രീതിയിൽ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ എന്താണ് x1, 4 മാംഗോസിന് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് എഴുതാം. ഇതിനെ 25 ആക്കണം. അറ്റ്ലീസ്റ്റ് 1 മാംഗോ വേണ്ടുന്ന കേസ് ഫോർമുല എന്താണ്, n മൈനസ് 1 p c p മൈനസ് 1 അല്ലേ. 25 മൈനസ് 1 c 4 മൈനസ് 1, സോ ദി ആൻസർ വിൽ ബിക്കം 24c3. കരിമ്പ് കിട്ടാം. ഇപ്പൊ ഇതേ ചോദ്യം ഞാൻ പറയാണ്, അറ്റ്ലീസ്റ്റ് 4 മാംഗോസ് of each variety should be bought. Variety must be bought. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, എല്ലാവരുടെയും 4 മാംഗോസ് എല്ലാ വെറൈറ്റിയിലും വേണം. അതായത് 16 മാംഗോസ് ഓൾറെഡി പോയി, ബാക്കി എത്ര മാംഗോസ് ഉണ്ട്, 9 മാംഗോ ഉണ്ട്. 9 മാംഗോ നമുക്ക് T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് T4 9 മാംഗോ ബാക്കി കൊടുക്കാം. 4 എണ്ണം വെച്ച് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര വേണമെങ്കിലും, ചിലർക്ക് വീണ്ടും ഇനി ബാക്കിയുള്ള 0 ആകാം, 1 ആകാം, 2 ആകാം, അങ്ങനത്തെ രീതിയിൽ കൊടുക്കുന്ന ഒരു രീതിയല്ലേ നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് 4 മാംഗോ 4 വെറൈറ്റിയിലുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ 16 എണ്ണം പോയി, ടോട്ടൽ 25 വേണ്ടത്. ബാക്കി 9 ഇതിന്റെ അകത്ത് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. അതിൽ എല്ലാവർക്കും 0 ഓർ മോർ കിട്ടാം. അതായത് n പ്ലസ് p മൈനസ് 1 c p മൈനസ് 1 എന്നുള്ള ഫോർമുല. സോ 9 പ്ലസ് 4 13 മൈനസ് 1 12c3 എന്നുള്ള ഒരു ഉത്തരം അതിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റും. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലായിരുന്നു വീണ്ടും ഈ വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നേരത്തെ കണ്ടതേ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഇൻ ഹൗ മെനി വേസ് 30 marks can be allotted to 8 questions if at least 2 marks is to be given to each question. എല്ലാ ക്വസ്റ്റ്യനും അറ്റ്ലീസ്റ്റ് 2 മാർക്ക് വേണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് x8 8 ചോദ്യങ്ങളുണ്ട്. 2 മാർക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ 16 മാർക്ക് പോയി. ബാക്കി എത്രയാണ് നമുക്ക് കൊടുക്കാനുള്ള, 14 മാർക്കാണ് ഈ 8 ചോദ്യങ്ങൾക്ക് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള. ആ ലോജിക്ക് മനസ്സിലായല്ലോ, നേരത്തെ മാങ്ങയുടെ പോലെ തന്നെ. അപ്പൊ ഇത് ബാക്കിയുള്ളവർക്ക് ഇനി 0 ഓർ മോർ കൊടുക്കാം. അപ്പൊ ഫോർമുല എന്തായിരുന്നു വരുന്നത്, n പ്ലസ് p മൈനസ് 1 c p മൈനസ് 1 14 പ്ലസ് 8 22 മൈനസ് 1 എന്ന് പറയുന്നത് 21c7 എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തും. സോ ഇതായിരിക്കണമല്ലോ ശരി ഉത്തരം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും കാണും. അപ്പോൾ നമ്മൾ കുറെ ചാപ്റ്ററുകളായി, അടുത്ത ഏത് ചാപ്റ്റർ വേണമെന്ന് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാം. ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്യാം അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ കമന്റ് ചെയ്തിട്ട് പറ ഏത് ചാപ്റ്റർ വേണമെന്ന്. +1 +2 ഏത് ടോപ്പിക് വേണമെങ്കിലും ഇടാം. ഞാൻ ഈ ഓർഡറിൽ പോകുന്ന ഇനി തൊട്ട് നിർത്തുകയാണ്. ആൻഡ് ഇനി ഞാൻ പുതിയൊരു കാര്യം കൂടെ തുടങ്ങാൻ പോവുകയാണ്. അതെന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ NCERT-യും GEയും വേറെ വേറെ പഠിപ്പിക്കുമായിരുന്നു.
ഇനി ഞാൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കുകയാണ്, അത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി തൊട്ട് ആദ്യം NCERT-യുടെ ഒരു ടോപ്പിക് എടുക്കും, അതിന്റെ JEE റിലേറ്റഡ് ടോപ്പിക് എടുത്ത് അതൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പോവുകയാണ്. സോ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീണ്ടും കാണാം, അതുവരേക്കും ബൈ ബൈ. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.